السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. കാരുണ്യവാനായ റബ്ബ് നമ്മയെല്ലാം അവന്റെ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭൂമി ലോകത്ത് ചില വസ്തുക്കളെക്കാൾ പ്രാധാന്യം നൽകിയതായി കാണാം. ചില സന്ദർഭങ്ങൾ, ചില സമയങ്ങൾ അങ്ങനെ ചിലതിനെ അപേക്ഷിച്ച് ചിലതിന് അല്ലാഹു ബഹുമതി നൽകിയത് കാണാം. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് മാസങ്ങളുടെ കൂട്ടത്തിൽ 4 മാസത്തിന് അല്ലാഹു വളരെ പവിത്ര നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുത്ബയിൽ നിങ്ങൾ കേട്ട നാളെയോ ഒരുപക്ഷെ സൂര്യൻ അസ്തമിച്ചാൽ നമ്മിലേക്ക് കടന്നു വരുന്ന അനുഗ്രഹീതമായ പുണ്യങ്ങളേറെ ഉള്ള റജബ് മാസം, ഇന്ന് ജുമാദുൽ ഉഖറ 28, നാളെ മാസം കണ്ടാൽ ഞായറാഴ്ച റജബ് 1 അല്ലെങ്കിൽ തിങ്കളാഴ്ച, ഏതായാലും വളരെ പവിത്രതയുള്ള, എല്ലാ അർത്ഥത്തിലും വിശ്വാസികളുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകേണ്ട വിശുദ്ധമായ മാസമാണ് റജബ്. റജബിനെ കുറിച്ച് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബുൻ ശഹറുല്ലാഹ്, മുമ്പൊരിക്കൽ പള്ളിയുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചപ്പോൾ നിങ്ങളുമായി പങ്കുവെച്ച ആശയം അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞതിന് വലിയ മഹത്വമുണ്ട്. അത് ബറക്കത്തിനെ സൂചിപ്പിക്കുന്നതാണ്. റജബ് മാസത്തെ കുറിച്ച് പുണ്യനബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞത് അള്ളാഹുവിന്റെ മാസമാണ് എന്ന്. അപ്പോൾ ഈ മാസം പൂർണ്ണമായി തെറ്റുകളിൽ നിന്ന് പിന്മാറി വരാൻ പോകുന്ന റമളാനെ ഹൃദയ സാന്നിധ്യത്തോടെ വരവേൽക്കാൻ അള്ളാഹു നൽകിയതാണ്. ഖുത്ബയുടെ അവസാനം നിങ്ങൾ കേട്ടു, വിശുദ്ധമായ റജബ് മാസം സമാഗതമായാൽ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. വിശുദ്ധമായ റജബ് പിറക്കലോടുകൂടെ അവിടുന്ന് പ്രാർത്ഥിക്കും, അല്ലാഹുവേ റജബിലും ശഅബാനിലും നീ ബറക്കത്ത് നൽകണേ, റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് റജബ് അത്ഭുതമാണ്. ധാരാളം നന്മകൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. അതിനപ്പുറം 5 രാവുകൾക്ക് പ്രാർത്ഥനക്ക് വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്ന് മഹാനായ ഇമാമുന ശാഫി റഹിമഹുല്ലാഹ് ഒരുപാട് ഹദീസ് വിശകലനം ചെയ്ത് പ്രധാനപ്പെട്ട 5 രാവുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലൊന്ന് അവ്വലു ലൈലത്തിൻ മിൻ റജബ്, റജബ് മാസത്തിലെ ആദ്യത്തെ രാവ്. ഒന്നിരിക്കലോ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. വിശ്വാസികൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഈ രാവിൽ നിഷ്കളങ്കമായ ഹൃദയത്തോടെ പടച്ച തമ്പുരാനോട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അല്ലാഹു ഉത്തരം നൽകുമെന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി. അതുകൊണ്ട് മറ്റന്നാളോ അല്ലെങ്കിൽ നാളെയുള്ള രാവ് പ്രത്യേകിച്ച് റബ്ബിലേക്ക് അടുക്കാൻ നാം സമയം കണ്ടെത്തണം. അതോടൊപ്പം തന്നെ ഈ മാസത്തിൽ ധാരാളം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായ ചരിത്രത്തിൽ കാണാം. മഹാനായ അബൂബക്കർ അറബി തങ്ങൾ ഉദ്ധരിക്കുന്നു, ഞാൻ അബൂബക്കർ സിദ്ദിഖി എന്ന് പറയുന്ന മഹാനെ കണ്ടു. അതായത് ബഗ്ദാദിലുള്ള ഒരു മഹാനാണ്. അദ്ദേഹം പറഞ്ഞു, 30 വർഷമായി ഞാൻ ധാരാളമായി ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ആളാണ്. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ തെറ്റിൽ നിന്ന് അള്ളാഹുവിനോട് പാപമോചനം നടത്താൻ മാത്രമല്ല, ഏത് പ്രതിസന്ധിയും ഏത് ബുദ്ധിമുട്ടിൽ നിന്നും മാനസിക, ശാരീരിക, സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇസ്തിഗ്ഫാർ. മൻ ലസിമൽ ഇസ്തിഗ്ഫാർ സഅലല്ലാഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ വമിൻ കുല്ലി ദീഖിൻ മഖ്റജ വറസഖഹു മിൻ ഗൈരി ലാ യഹ്തസിബ്. അല്ലാഹുവിന്റെ റസൂൽ നമ്മൾ നിത്യമായിട്ട് ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം നിത്യമാക്കിയ ജഅലല്ലാഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ, ടെൻഷൻ മാറിക്കിട്ടും. ഏത് പ്രതിസന്ധിയിൽ നിന്നും നമുക്ക് മറികടക്കാൻ പറ്റും. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി തളർച്ച വരുമ്പോ മനസ്സാന്നിധ്യത്തോടു കൂടെ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയാൽ നമുക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റും.
ചരിത്രത്തിലേക്ക് വരാം. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 30 വർഷക്കാലം മുടങ്ങാതെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചോദിച്ചു, എന്തേ ഇങ്ങനെ സംഭവിക്കുന്നത്? അത്ഭുതത്തോടെ മുടങ്ങാതെ 30 വർഷമായി മനസ്സാന്നിധ്യത്തോടുകൂടെ ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു. അദ്ദേഹം പറഞ്ഞു, ബഗ്ദാദ് പട്ടണത്തിൽ ശക്തമായ തീപിടുത്തമുണ്ടായി. അങ്ങനെ ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു, നിങ്ങളുടെ ആ കച്ചവടത്തിന്റെ ആ കടക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ബഗ്ദാദ് പട്ടണത്തിൽ ശക്തമായ തീപിടുത്തമുണ്ടായപ്പോൾ അങ്ങയുടെ സാമ്പത്തിക സ്രോതസ്സിനൊന്നും പറ്റിയില്ല. അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹ്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ സാമ്പത്തികമായി എനിക്ക് ബുദ്ധിമുട്ടൊന്നും സംഭവിച്ചിട്ടില്ല എന്നതിന്റെ പേരിലല്ലേ എന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾ സന്തോഷകരമാണെന്നറിഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് ചൊല്ലി. പക്ഷേ മറ്റുള്ളവരുടെ സ്ഥാപനങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ടാകുമല്ലോ, ഒരുപാട് സാമ്പത്തികമായ നഷ്ടമുണ്ടാകുമല്ലോ. സ്വന്തം കാര്യത്തെ ഓർത്തുകൊണ്ട് മാത്രമാണല്ലോ ഞാൻ അൽഹംദുലില്ലാഹ് ചൊല്ലിയത്. അന്ന് ഞാൻ പേടിച്ചു. കാരണം ഹബീബായ മുഹമ്മദ് മുസ്തഫ വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, എന്റെ ശരീരം ഏതൊരു അല്ലാഹുവാണോ കൈകാര്യം ചെയ്യുന്നത്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലാ യുമിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖി മാ യുഹിബ്ബു ലിനഫ്സിഹി മിനൽ ഖൈർ. എന്റെ പ്രവാചകർ പറഞ്ഞൊരു ഹദീസ് എന്റെ ഹൃദയത്തിലേക്ക് ഓർമ്മപ്പെടുത്തി, നിങ്ങളിൽ നിന്ന് ഒരാളും പരിപൂർണ മുഅ്മിനല്ല. തന്റെ സഹോദരന് വല്ല പ്രയാസം വരുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ, നമ്മൾ എന്താണോ ഇഷ്ടപ്പെടുന്നത്, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അത് മറ്റുള്ളവർക്കും ഉണ്ടാകണമെന്ന പ്രവാചകന്റെ വചനം ഓർത്തപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി. ബഗ്ദാദിൽ തീപിടുത്തത്തിൽ എന്റെ സംരംഭങ്ങൾക്കൊന്നും പറ്റിയില്ല, സ്വന്തം കാര്യത്തെ കുറിച്ച് മാത്രമാണല്ലോ ഞാൻ അൽഹംദുലില്ലാഹ് ചൊല്ലിയത്. അന്നു മുതൽ പേടിച്ച്. കാരണം ഒരു വിശ്വാസി ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് പ്രതിസന്ധി വരുമ്പോഴും നാമും ദുഃഖിക്കണം. ഞാനടക്കമുള്ള നമ്മൾ ചിന്തിക്കുക, നമ്മുടെ മനസ്സിൽ അപരനിക്ക് മറ്റൊരാൾക്ക് വല്ല പ്രയാസം വരുമ്പോ, ദുരിതങ്ങൾ വരുമ്പോ, സങ്കടങ്ങൾ വരുമ്പോ നമ്മുടെ മനസ്സ് വേദനിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ നാം യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ. മറ്റുള്ളവരെ സന്തോഷത്തിൽ സന്തോഷിക്കാനും മറ്റുള്ള ദുഃഖത്തിൽ പങ്കാളികളായി അവരെ സമസ്വപിക്കാനും അവരെ സമാധാനിപ്പിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നതാണ്. റജബ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ റജബ് മാസത്തിൽ ധാരാളം നന്മകൾ ചെയ്യുക. ഒരു നോമ്പ് റജബിൽ അനുഷ്ഠിച്ചാൽ വലിയ പ്രതിഫലമാണ്. ഖുതുബയുടെ നിങ്ങൾ കേട്ടല്ലോ, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ലഖീതു മുആദ് ഇബ്നു ജബൽ, മുആദ് ഇബ്നു ജബൽ എന്ന സ്വഹാബിയെ കണ്ടു. ഞാൻ ചോദിച്ചു, മിൻ ഐന ജിഅത യാ മുആദ്, എവിടുന്നാ മുആദ് വരുന്നത്? അപ്പൊ പറഞ്ഞു, ജിഅതു മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പുണ്യ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ ചോദിച്ചു, ആ സമയത്ത് മുന്നേ നബിയുടെ സമക്ഷത്തിൽ വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? മുആദ് പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മുഖ്ലിസൻ ദഖലൽ ജന്ന വമൻ സാമ യൗമൻ മിൻ റജബ് യബ്തഗി ബിഹി വജ്ഹല്ലാഹ് ദഖലൽ ജന്ന. അത്ഭുതപ്പെട്ടു പോയി. അനസ് എന്താ പറഞ്ഞത്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മുഖ്ലിസൻ ദഖലൽ ജന്ന. പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അനസ് തങ്ങൾക്ക്. മുആദ് പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്, ഒരാൾ നിഷ്കളങ്കമായി യഥാർത്ഥ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം മനസ്സാ വാചാ കർമ്മണ ഉൾക്കൊണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ ദഖലൽ ജന്ന. ومن صام يوما من رجب يبتغي به وجه الله دخل الجنة. വിശുദ്ധ റജബ് മാസത്തിൽ ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചാൽ അവൻ സ്വർഗ്ഗത്തിലാണ്. ഇങ്ങനെ പറഞ്ഞു എന്ന് മുആദ് പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ് അഖ്ബറനി മുആദ് ബികദാ വകദാ. ഈ സംഭവങ്ങൾ മുആദിനെ കണ്ടതും മുആദ് പറഞ്ഞതും അപ്പോൾ പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വദഖ മുആദ്, മുആദ് പറഞ്ഞത് സത്യമാണ്. റജബ് മാസത്തിൽ നിഷ്കളങ്കമായി ഒരു ദിവസം ഒരാൾ നോമ്പെടുത്താൽ. മറ്റൊരു ഹദീസിൽ കാണാം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖബറിനരികിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് റസൂൽ നടന്നു. അവിടുത്തെ കണ്ടടങ്ങളിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകി. സ്വഹാബാക്കൾ ചോദിച്ചു, മല്ലദീ യുഖീക യാ റസൂലല്ലാഹ്, എന്തിനാ കരയുന്നത്? അപ്പോൾ റസൂൽ പറഞ്ഞു, ഇവർ ശിക്ഷിക്കപ്പെടുന്നു, അവർക്ക് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിച്ചതാ. ലൗ കാനൂ യസൂമൂന ഫീ യൗമിൻ മിൻ റജബ്, ഇവരെങ്ങാനും വിശുദ്ധമായ റജബ് മാസത്തിൽ ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചിരുന്നെങ്കിൽ, ഒരു രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചെങ്കിൽ
ഖബറിൽ ഇങ്ങനെ ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ല. സൗബാനാണ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത്ഭുതത്തോട് റജബില് ഒരു ദിവസം മമ്മലിച്ചാലോ നബിയെ, ഒരു രാത്രി നിന്ന് നിസ്കരിച്ചാലോ നബിയെ? ഖാല റസൂലുള്ളാഹ് മാ മിൻ മുസ്ലിമിൻ വലാ മുസ്ലിമത്തിൻ യസൂമു യൗമൻ മിൻ റജബ് വയഖൂമു ലൈലൻ മിൻ ലൈലത്തിൽ യബ്തഗി ബിജ അല്ലാഹ്. ഒരാണോ ഒരു പെണ്ണോ നിഷ്കളങ്കമായ ഹൃദയത്തോടെ റജബിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ദിവസം മമ്മലിച്ചാൽ, ഒരു രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചാൽ അല്ലാഹുവിന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ച് ഒരു വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം അവർക്ക് രേഖപ്പെടുത്തുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അത്രയും മഹത്വമുള്ള ഒരു മാസത്തിലേക്കാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. അതുകൊണ്ട് സ്വമേധയാ നന്നാവുക, മാനസികമായി നന്നാവുക. അതോടൊപ്പം തന്നെ ആരോടെങ്കിലും വല്ല നിലക്കും നമ്മൾ വിദ്വേഷമുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി നല്ല മനസ്സോടെ റജബിനെ സ്വീകരിച്ച് റജബിലും ശഅബാനിലും ആത്മമയമായി ഉയർന്ന് നല്ല ഹൃദയസ്ഫുടമായ സാലിമായ ഹൃദയത്തോടെ റമദാൻ വരവേൽക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു റമദാൻ ഒരു ആയുസ്സ് നീട്ടി തരട്ടെ. എല്ലാ അർത്ഥത്തിലും റബ്ബ് ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹ്.